ഹലോ, എല്ലാവർക്കും Evora ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് എംബ്രോയിഡറി ക്ലോക്കാണ്. ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്ക് തന്നെയാണ്. ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എംബ്രോയിഡറി ഹൂപ്പ്, ക്രോസ് സ്റ്റിച്ചിങ് ക്ലോത്ത്, പിന്നെ ക്ലോക്കിൻ്റെ മെഷീൻ, അതിൻ്റെ നീഡിൽസ്, പിന്നെ വേണ്ടത് നമ്മുടെ എംബ്രോയിഡറി ത്രെഡും നീഡിലുമാണ്. അതിൽ ആദ്യം എംബ്രോയിഡറി ഹൂപ്പിൻ്റെ അതേ സൈസിലുള്ളൊരു സർക്കിളും അതിൻ്റെ പുറത്ത് കുറച്ച് വലിയൊരു സർക്കിളും വരച്ചെടുത്തിട്ടുണ്ട്. ആ ക്ലോത്തിൻ്റെ പുറത്തേക്കൂടെയുള്ള സർക്കിളിലേക്കൂടെ ഇതുപോലത്തെ ഒരു സിസേഴ്സ് വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലത്തെ കത്രിക വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നൂലൊന്നും ഇളകിപ്പോവില്ല. ഞാൻ ആ ക്ലോത്ത് ഹൂപ്പിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഡിസൈൻ വരച്ചെടുത്തു. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതിൽ റോമൻ ന്യൂമറൽസ് ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ക്രോസ് സ്റ്റിച്ചിങ് ക്ലോത്ത് ആയതുകൊണ്ട് നമുക്കിതിൽ ചെറിയ ചെറിയ ക്രോസ് ഇട്ടിട്ടാണ് ഈ ന്യൂമറൽസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ക്രോസ് സ്റ്റിച്ചിങ് ക്ലോത്തിൽ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് പോലെ ഉണ്ടാവും. ആ ഓരോ സ്ക്വയറിലും ചെറിയ ചെറിയ ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ അത് ക്രോസ് സ്റ്റിച്ചിങ് ആയി. ഇപ്പം ഞാൻ ചെയ്യുന്ന ഫ്ലവറിൻ്റെ പേര് വോവൺ റോസ് എന്നാണ്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും.
ഇതിൻ്റെ ലീഫൊക്കെ ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് റിംഗ് നോട്ടാണ്. റിംഗ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ലൂസാക്കി ചെയ്താൽ അത് റിംഗ് നോട്ടായി. ഡിസൈൻ മുഴുവൻ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഈ ഹൂപ്പിൻ്റെ ബാക്ക് സൈഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫോം ഷീറ്റ് ഹൂപ്പിൻ്റെ അതേ സൈസിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അത് ഹൂപ്പിനകത്ത് ഫിക്സ് ചെയ്തു. അതുപോലെ ഫ്രണ്ട് സൈഡിലും ഒരു ഹോൾ ഉണ്ടാക്കി. ഇനി ബാലൻസ് വരുന്ന ക്ലോത്തിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ക്ലോത്ത് ബാക്ക് സൈഡിലോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിന്നുള്ളൂ. ഇനി ഹൂപ്പിൻ്റെ ബാക്ക് സൈഡിൽ ക്ലോക്കിൻ്റെ മെഷീനും ഫ്രണ്ട് സൈഡിൽ നീഡിൽസും ഫിക്സ് ചെയ്യുക. ബാറ്ററിയും കൂടി ഇട്ട് കഴിയുമ്പം ക്ലോക്ക് റെഡിയായി. ഇതാ നോക്കൂ, നമ്മളെ ക്ലോക്ക് അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.